നിങ്ങൾക്ക് എത്ര പേർക്ക് ചട്ടിച്ചോറ് ഇഷ്ടമാണ്? അപ്പോൾ ഞാനിന്ന് കുറച്ച് വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ചട്ടിച്ചോറ് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ചട്ടി വെച്ചു, അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ എത്ര ചോറാണോ കഴിക്കുന്നത് അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചട്ടിച്ചോറും പൊതിച്ചോറൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് അധികം ചോറ് കഴിക്കും. അപ്പോൾ അവിയലാണ് ഇന്ന് ചട്ടിച്ചോറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം വിഭവങ്ങളുണ്ടെങ്കിൽ കാണാനൊരു മൊഞ്ചായിരിക്കും. അപ്പോൾ ഞാൻ പല വിധത്തിലുള്ള വിഭവങ്ങളും ഇന്ന് കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തി, നല്ല അമ്പായങ്ങ ചമ്മന്തി ഉരുട്ടി വെച്ച് കൊടുത്തു. പിന്നെ ബീട്രൂട്ട് തോരനാണ് കേട്ടോ. ബീട്രൂട്ട് തോരനും വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ കുറച്ചധികം വിഭവങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കിങ്ങനെ ഒരു ചട്ടി എടുത്തിട്ട് ഇത് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളി തക്കാളി വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്. അച്ചാർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പപ്പായ അച്ചാർ ഉണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് കൊണ്ടാട്ടമുളക് ഉണ്ട് കേട്ടോ, കൊണ്ടാട്ടമുളകും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് മീൻ. അപ്പോൾ മീനും വെച്ച് കൊടുത്തു. നല്ല കുഞ്ഞൻ അയിലയാണ് കേട്ടോ, കുഞ്ഞൻ അയില ഫ്രൈ ആക്കിയതാണ്, അതും വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഓംലെറ്റ് ഇല്ലാതെ പറ്റൂലല്ലോ, അപ്പോൾ ഓംലെറ്റും വെച്ച് കൊടുത്തു. ഓംലെറ്റിൻ്റെ ഒരു കഷ്ണമാണ്, അതും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഒരു ഫ്രൈ മസ്റ്റാണ്. അപ്പോൾ ഞാൻ ചേന ഫ്രൈ ആക്കിയതാണ് കേട്ടോ, അതും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ചോറും ഇതൊക്കെ ഫില്ലായിട്ടോ. അപ്പോൾ ഇതുപോലെ ചോറ് കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നാടൻ വിഭവങ്ങളോട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തന്നെയാണ്. ഇനി ഇതിലേക്കൊരു മുളക് കറി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.